അവിടെ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥി, ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നമ്മുടെ സൂര്യ സുജിക്കൊപ്പം ഉണ്ട്. സൂര്യ, അവരോട് സംസാരിക്കാമോ? അവിടെ സിറ്റിംഗ് MP ആണ്. വലിയ മത്സരമാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണ നല്ല ടൈറ്റ് മത്സരമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്താണ് അവർ പറയുന്നത് ഈ അവസാന സമയത്ത്? ഗുഡ് മോർണിംഗ്. രമ്യ ഹരിദാസ് ഉണ്ട് എൻ്റെ കൂടെ. ആലത്തൂരിൽ ആവേശമാണ്. ആലത്തൂർ രമ്യ ഹരിദാസ് എടുക്കോ? 100% വലിയൊരു ടീം വർക്ക്. ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രവർത്തനം അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടം വോട്ടെണ്ണലാണ്. ആ വോട്ടെണ്ണൽ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരും നമ്മളും ഒരുമിച്ച് ആ കൗണ്ടിംഗ് സ്റ്റേഷനകത്തേക്ക്, പാലക്കാടിൻ്റെ വിക്ടോറിയ കോളേജിൻ്റെ ക്യാമ്പസിനകത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് കയറുകയാണ്. ഒരു എന്താ പറയുക, അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ. ഒരു വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ അമ്മമാരും സഹോദരന്മാരുടെയും അനുജന്മാരുടെയും അനുജത്തിമാരുടെയും ഒക്കെ ഒരു വലിയ പിന്തുണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടക്കം മുതലേ മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു ആവേശം ഒട്ടും ചോരാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടമായിരിക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് കടക്കുമ്പോഴും ആ ആവേശം ഒട്ടും ചോർന്നിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ലീഡ് നേടിയത് രമ്യ ഹരിദാസ് ആണ്. ഇത്തവണയും ആ ലീഡ് നിലനിർത്തുമോ? കാരണം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലംകാരിൽ കഴിഞ്ഞ 5 വർഷക്കാലം അവരുടെ ഒരു ജനപ്രതിനിധിയായിട്ട്, അതും ഒരു പാർട്ട് ടൈം MP ആയിട്ടല്ല, ഒരു മുഴുവൻ സമയം ഒരു ഫുൾ ടൈം MP ആയിട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം അവരോടൊപ്പം ചേർന്ന് നിന്നത്. അതിനുള്ള ഒരു പിന്തുണ ആലത്തൂരുകാർ നൽകുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ K രാധാകൃഷ്ണനെയും രമ്യ ഹരിദാസിനെയും നോക്കുകയാണെങ്കിൽ രണ്ടുപേരും തോൽവി അറിയാത്ത സ്ഥാനാർത്ഥികളാണ് അല്ലേ? അപ്പോൾ LDF ഇത്തവണ ഇടതുകോട്ട തിരിച്ചു പിടിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ UDF ക്യാമ്പയിൽ ഇരുത്തുന്ന രമ്യ ഹരിദാസ് ഒരിക്കലും പിന്നോട്ട് പോകില്ല, ഉറപ്പായിട്ടും ലീഡ് നിലനിർത്തും തന്നെയാണ് പറയുന്നത്. അതെ, 2 ആശയങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ, അതിൽ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അതിലപ്പുറത്ത് ആരുണ്ട് എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിട്ടയായിരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. ആ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയും ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നിങ്ങൾ തന്നെ വഴിനീളം ഞങ്ങളുടെ മണ്ഡലത്തിലൂടെയൊക്കെ സഞ്ചരിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രേക്ഷകരുടെ പ്രാർത്ഥന പോലും ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ആലത്തൂരുകാർക്ക് കൂടെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ആവേശം നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ അവസാന ഘട്ടത്തിലും എത്തുമ്പോൾ. ജനപ്രിയയാണ് രമ്യ ഹരിദാസ് അല്ലേ? കാരണം നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അപ്പം നമ്മളിലേക്ക് നൽകുന്ന സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുവാൻ പരമാവധി നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മണ്ഡലങ്ങളിൽ, കാരണം സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് അവരൊരു വീട്ടിലെ അംഗമായിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചത്. 2019 വരുമ്പം രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു പേരിനെ, ഒരു വ്യക്തിയെ നിങ്ങളുടെ മീഡിയകളിലൂടെ കണ്ടും കേട്ടും അല്ലെങ്കിൽ സംവാദങ്ങളിലൂടെയും സെമിനാറുകളിലെയും കണ്ട് പരിചയമായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, അവരിൽ ഒരാളായി ചേർന്ന് നിന്നുകൊണ്ട് രമ്യ ഹരിദാസിനെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തവണ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ച് ആ പ്രവർത്തനത്തിന് നിയോഗിച്ചത്. അപ്പം അതിൻ്റെ ഒരു വലിയ പിന്തുണ കഴിഞ്ഞ വർഷക്കാലം പോലെ തന്നെ തുടർന്നും ഉണ്ടാകും.